ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളിലും ഇടറോഡുകളിലുമെല്ലാം വെള്ളക്കെട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ വളരെ കൊട്ടിയാഘോഷിച്ച് പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു വെള്ളം കയറാത്ത AC റോഡ് എന്നുള്ളത്. പക്ഷേ AC റോഡിലും വെള്ളം കയറി. 5 വർഷം ഈ റോഡിലെ സൈഡിൽ അവിടെ മാത്രം താഴ്ച ശകലത്തുള്ളൂ കയറിയുള്ളൂ. ഈ വണ്ടി ഇത്ര കയറിയപ്പോൾ നെടുതികളെ കയറിയിരിക്കും മൊത്തം. ഒരിക്കലും വെള്ളം കയറത്തില്ലെന്ന് പറഞ്ഞു. അതെ ഒരിക്കലും വെള്ളം കയറിയില്ല. റോഡാ വെള്ളം കയറി തുടങ്ങി, മൊത്തം കയറി. ഓരോ മുഴുവൻ കാശ് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള അവിടെ. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ദുരിതം തുടരുകയാണ്. കിഴക്കൻ വെള്ളം അധികമായി എത്തിയതോടെ കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 50-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 2000-ഓളം കുടുംബങ്ങളെ ഇതുവരെ മാറ്റി താമസിപ്പിച്ചു. പലരും വീട് വിട്ട് മാറാൻ വേണ്ടി തയ്യാറാകുന്നില്ല. വീട്ടിലൊക്കെ വെള്ളം കയറിയോ? വീട്ടിലൊക്കെ വെള്ളമാണ്. പൊതുവെ മൊത്തം വെള്ളത്തിലാണ്. പൊതുവെ എന്താ നിങ്ങൾ ക്യാമ്പിലോട്ടൊന്നും പിന്നെ മാറാതെ? ക്യാമ്പിൽ ഇപ്പം തുറന്നേ ഉള്ളൂ. ക്യാമ്പ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പ് ഇപ്പം ഇങ്ങോട്ട് തുറന്നിട്ടുണ്ട്. കുറേ ആൾക്കാരെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നു. നാട് വിട്ട് പോകേണ്ട ഒരു സാഹചര്യം 2018 പോലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. വീടിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണോ ഇരിക്കുന്നത്? ഇപ്പോൾ വീടിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയും തണ്ണീർമുക്കം ബണ്ടിലൂടെയും അന്ധകാരനഴിയിലൂടെയും ഒക്കെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.